ആ റോഡ് എങ്ങോട്ട് പോകുന്നത്? അത് ജോർജ് കുട്ടിയുടെ കേബിൾ TV ഓഫീസ് ഇരിക്കുന്ന ജംഗ്ഷനിലേക്കുള്ള ഷോർട്ട് കട്ടാ സാർ. ആ റോഡ് ടാർ ചെയ്തിട്ട് 3 വർഷമായുള്ളൂ. ആ സമയത്ത് ആ റോഡ് വളരെ മോശമായിരുന്നു. ഈ ഡയലോഗ് ഏത് സിനിമയിലേതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അല്ലേ? ജോർജ് കുട്ടി എന്ന പേര് മലയാളി സിനിമാ പ്രേക്ഷകർക്ക് അത്രമാത്രം സുപരിചിതമാണല്ലോ. ഇനി അറിയാത്തവർക്കായിട്ട് പറയാം, മോഹൻലാൽ അഭിനയിച്ച ജിത്തു ജോസഫ് സംവിധാനം ചെയ്തിട്ടുള്ള ദൃശ്യം സിനിമയുടെ 2ാം ഭാഗത്തു നിന്നുള്ളതാണ് ഈ ഡയലോഗ്. ദൃശ്യത്തിന്റെ 1ാം ഭാഗം പുറത്തിറങ്ങുന്നത് 2013-ലാണ്. കൃത്യം 8 വർഷങ്ങൾക്ക് ശേഷം 2021-ൽ സിനിമയുടെ 2ാം ഭാഗവും എത്തി. കഥ നടക്കുന്ന സ്ഥലത്തിനോ കഥാപാത്രങ്ങൾക്കോ യാതൊരു മാറ്റവുമില്ല. 2013-ലെ കഥ നടക്കുന്നിടത്ത് നിന്ന് 2021-ൽ എത്തുമ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു വലിയ മാറ്റമാണ് ഷോർട്ട് കട്ട് റോഡുകൾ പോലും ടാർ ചെയ്തു എന്നത്. അതും 3 വർഷമേ ആയിട്ടുള്ളൂ എന്നാണ് സിനിമയിലെ കഥാപാത്രം പോലും പറയുന്നത് കേട്ടോ. ഇതൊക്കെ സിനിമാ കഥയല്ലേ എന്ന് പറഞ്ഞ് ചിരിച്ചു തള്ളാൻ വരട്ടെ. മലയാളത്തിൽ സമീപകാലത്തിറങ്ങിയ മിക്ക സിനിമകളും ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രത്യേകതയാണ് മനോഹരമായി ടാർ ചെയ്ത റോഡുകൾ. കണ്ണാടി പോലുള്ള പ്രതലവും ഇരുവശത്തും നടുക്കുമൊക്കെ വ്യക്തമായ മാർക്കിങ്ങുകളും എല്ലാം ഉള്ള റോഡുകൾ നമ്മുടെ സിനിമകളിൽ ഒരു സജീവ സാന്നിധ്യമാണ്. ഇതൊക്കെ മനഃപൂർവ്വമായിട്ട് ആരും സിനിമയ്ക്കകത്ത് തിരികെ കയറ്റുന്നതൊന്നും അല്ല കേട്ടോ, അല്ലെങ്കിൽ കലാ സംവിധായകർ സെറ്റിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതുമല്ല. ചിത്രീകരണത്തിനിടയ്ക്ക് സ്വാഭാവികമായിട്ട് ഇവ സിനിമകളിൽ കടന്നുകൂടുന്നതാണ്. കാരണം എന്താ, നമ്മുടെ റോഡുകൾ അത്രയ്ക്ക് അങ്ങ് മാറിക്കഴിഞ്ഞു. കഴിഞ്ഞ 6-7 വർഷങ്ങൾക്കിപ്പുറം ഉണ്ടായിട്ടുള്ള മാറ്റമാണിത്. കൃത്യമായി പറഞ്ഞ 2016-ൽ ആദ്യ പിണറായി വിജയൻ സർക്കാർ അധികാരം ഏറ്റെടുത്തതിന് ശേഷം കേരളത്തിൽ പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള 30,000 കിലോമീറ്ററോളം റോഡുകളിൽ 25,000 കിലോമീറ്റർ റോഡുകളും ഇതിനോടകം നവീകരിക്കപ്പെട്ടു കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. ബാക്കിയുള്ളവയുടെ പണിയാകട്ടെ ഘട്ടം ഘട്ടമായിട്ട് നടക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ഏത് വാഹനത്തിൽ സഞ്ചരിച്ചാലും വിറയ്ക്കാതെ കുലുങ്ങാതെ സഞ്ചരിക്കാൻ പറ്റുന്നത്ര മനോഹരമാണ് ഇന്നത്തെ നമ്മുടെ റോഡുകളുടെ പ്രതലങ്ങൾ. റോഡെന്ന് വെറുതെ പറയാതെ BNBC നിലവാരം എന്നൊക്കെ പറയാനും മനസ്സിലാക്കാനും സാധാരണക്കാർക്ക് പോലും സാധിക്കും വിധം സർവ്വസാധാരണമായി കഴിഞ്ഞു അത്തരം റോഡുകൾ നമ്മുടെ നാട്ടിൽ. പണ്ടൊക്കെ 1 വർഷത്തിലേറെ ആയുസില്ലാതിരുന്ന ചിപ്പ് കാർപ്പറ്റ് റോഡുകളുടെ സ്ഥാനത്താണ് ഇന്ന് ബിറ്റുമിനസ് മെക്കാഡം, ബിറ്റുമിനസ് കോൺക്രീറ്റ് എന്നിങ്ങനെ 2 പാളികളുള്ളതും പെട്ടെന്നൊന്നും തകരാത്തതുമായ മികച്ച പ്രതലമുള്ള റോഡുകൾ വരുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് റബ്ബറൈസ്ഡ് റോഡുകൾ എന്ന് എളുപ്പത്തിൽ നമ്മൾ പറഞ്ഞിരുന്നവയുടെ കുറെ കൂടെ പരിഷ്കരിച്ച രൂപമാണ് കേട്ടോ ഇത്. ഈ രൂപത്തിലേക്ക് കേരളത്തിലെ റോഡുകൾ എത്തിച്ചത് പിണറായി സർക്കാരിലെ പൊതുമരാമത്ത് വകുപ്പാണ്. കഴിഞ്ഞ ടേമിലെ മന്ത്രി G. സുധാകരനും ഇപ്പോഴത്തെ മന്ത്രി P. മുഹമ്മദ് റിയാസുമാണ് ഇതിന് ചുക്കാൻ പിടിച്ചിട്ടുള്ളത്. UDF ഭരിച്ചിരുന്ന കാലത്തെ റോഡുകളുടെ അവസ്ഥയൊന്നും നമ്മൾ ഇനി മറക്കരുത് കേട്ടോ. ഇടയ്ക്ക് അതൊക്കെ ഓർമ്മിക്കുന്നത് നല്ലതാണ്. കാരണം ഇന്ന് നമ്മുടെ റോഡുകൾ നവീകരിക്കുന്നതിനായി കുറച്ചു നാൾ പൊളിച്ചിട്ട ഉടൻ സർക്കാരിനെയും പൊതുമരാമത്ത് വകുപ്പിനും ഒക്കെ എതിരെ വാളെടുക്കുന്നവർ അന്നൊന്നും കമാന്നൊരക്ഷരം പോലും മിണ്ടിയിരുന്നില്ല. സത്യത്തിൽ അത് അവരുടെ ഒന്നും കുഴപ്പമല്ല. കാരണം അന്ന് നമ്മുടെ കേരളത്തിൽ താരതമ്യം ചെയ്ത് നോക്കാൻ പോലും നല്ല റോഡുകൾ ഉണ്ടായിരുന്നില്ലല്ലോ. സത്യത്തിൽ കുഴികളില്ലാത്ത റോഡുകൾ അന്നൊക്കെ മഷിയിട്ട് നോക്കിയാൽ പോലും കാണാൻ കഴിയുമായിരുന്നോ? ഇല്ലല്ലോ. ഇന്നാകട്ടെ BNBC നിലവാരത്തിൽ പണിയുന്ന റോഡുകൾക്ക് സർക്കാർ മിനിമം ഗ്യാരണ്ടിയും ഉറപ്പുവരുത്തുന്നുണ്ട്. അതായത് റോഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പണ്ടത്തെ പോലെ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് ഒലിച്ചു പോകുന്നില്ല. ആദ്യത്തെ 2-3 വർഷം എന്തെങ്കിലും തകരാറോ കുഴിയോ ഈ റോഡുകളിൽ ഉണ്ടായാൽ അത് കരാറുകാർ തന്നെ ശരിയാക്കണം. അത് അപ്പോൾ അവർ ശരിയാക്കണം എന്നുള്ളതാണ് ഒരു കോൺട്രാക്റ്റിലുള്ളത്. ഇത് ഡിഫക്റ്റ് ലയബിലിറ്റി പീരിയഡിനുള്ളിലാണെങ്കിൽ അവർ ശരിയാക്കും. അതിനുശേഷം സംഭവിക്കുന്ന തകരാറുകൾ യഥാസമയം പരിഹരിക്കുന്നതിനായി റണ്ണിംഗ് കോൺട്രാക്റ്റും നൽകിയിട്ടുണ്ട്. 30,000 കിലോമീറ്ററോളം റോഡുകളിൽ ഏതാണ്ട് 17,000 കിലോമീറ്ററോളം റോഡുകൾ ഇപ്പോൾ BNBC നിലവാരത്തിലാണ്. അവശേഷിക്കുന്ന ചിപ്പ് കാർപ്പറ്റ് റോഡുകളിൽ ഉണ്ടാകുന്ന തകരാറുകളും അപ്പോൾ പരിഹരിക്കുന്നതിനായിട്ടുള്ള റണ്ണിംഗ് കോൺട്രാക്ട് സർക്കാർ ഓൾറെഡി നൽകിയിട്ടുണ്ട്. ഇതൊക്കെ ജനങ്ങളെ അറിയിക്കാൻ നീലയും പച്ചയും നിറത്തിലുള്ള ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട്. അതായത് BNBC നിലവാരത്തിൽ നല്ലൊരു റോഡ് പണിതാൽ അതിലൂടെ ജനങ്ങൾ സുഖമായിട്ട് 4-5 വർഷം സഞ്ചരിക്കാമെന്ന് സാരം. അത് ഗ്യാരണ്ടി ആയിട്ട് സർക്കാർ നൽകുന്നുണ്ട്. ഇനി പണി നടക്കുന്ന ദേശീയപാതയുടെ കാര്യമോ? കേരളത്തിൽ ദേശീയപാത നിർമ്മാണത്തിന് ഭൂമി ഏറ്റെടുക്കാൻ ചെലവ് കൂടുതലാണെന്ന പേരിൽ ദേശീയപാത അതോറിറ്റി പിൻവാങ്ങാൻ തീരുമാനിച്ച സമയത്താണ് പിണറായി വിജയൻ സർക്കാർ ഇടപെട്ടത്. ഭൂമി ഏറ്റെടുക്കാനുള്ള തുകയുടെ 4/1, അതായത് 5,600 കോടി രൂപ സംസ്ഥാനം കൊടുത്തു. അതായിരുന്നു ഹൈവേ വികസനത്തിന്റെ ഡൗൺ പേയ്മെന്റ്.
അത് കൊടുത്തില്ലായിരുന്നെങ്കിൽ ഹൈവേ വികസനത്തിന്റെ EMI കേന്ദ്ര സർക്കാർ ചെലവഴിക്കില്ലായിരുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ ആരും മറക്കരുത്. കണ്ണും അടച്ചെന്ന് പറയുന്നില്ല, എന്നാൽ കണ്ണ് തുറന്നു നോക്കിയാൽ റോഡിൽ കാണുന്ന ഈ കാഴ്ചകൾ 8 വർഷം മുമ്പത്തെ കേരളത്തിൽ ഉണ്ടായിരുന്നതല്ലെന്ന് നിസ്സംശയം നമുക്ക് ഓരോരുത്തർക്കും പറയാൻ കഴിയും. ചരിത്രം മാത്രമല്ല, വന്ന വഴികളും മറക്കരുത്. അതുകൊണ്ട് അതൊന്ന് ഓർമ്മിപ്പിച്ചുവെന്നേയുള്ളൂ. നന്ദി, നമസ്കാരം.